ആറാമത് ബഡ്സ് കലോത്സവമാണ് ഇത്തവണ കൊല്ലം ജില്ലയിൽ വെച്ച് നടത്തുന്നത്. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു സമുച്ചയത്തിൽ വെച്ചിട്ടാണ് ബഡ്സ് കലോത്സവം നടത്തുന്നത്. കുടുംബശ്രീക്കാണ് അതിൻ്റെ പൂർണ്ണ സംഘാടക ചുമതലയുള്ളത്. 14 ജില്ലകളിൽ നിന്നുമായിട്ട് 450-ൽ പരം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരുമായിട്ട് 1200ഓളം പേരാണ് ഇവിടെ ജനുവരി 9, 10 ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരുന്നത്. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഒരുപാട് പരിമിതികളുള്ള കുട്ടികളാണ്. ആ പരിമിതികളെ അവരോട് ചേർന്ന് നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അവർക്ക് മാനസികമായ സന്തോഷം നൽകുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ മിക്കവാറുമുള്ള ഇനങ്ങളെല്ലാം ഇതിനകത്ത് ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇനങ്ങൾ ഒരു ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ ഉദ്ഘാടന യോഗം 2 മന്ത്രിമാർ അതിൽ തുടക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 9 രാവിലെ 10 മണിക്ക് SN സമുച്ചയത്തിൽ ശ്രീ KN ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിൽ ശ്രീ MB രാജേഷാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം ജനുവരി 9, 10 തീയതികളിലാണ് ബഡ്സ് കലോത്സവം നടക്കുന്നത്. അതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിൽ തില്ലാന എന്നുള്ളതാണ്. അപ്പോൾ സംഗീതത്തിലെ ഒരു പേരാണ് തില്ലാന, ഒരു വശമാണ് തില്ലാന. ആ പേര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജില്ലയിലെ അധ്യാപകരുടെ നൃത്തശില്പത്തിന് കൊടുത്തിട്ടുള്ള പേര് തകധിമി എന്നുള്ളതാണ്. അപ്പോൾ ബഡ്സ് കലോത്സവം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ ഇവിടെ കലോത്സവം നടത്തിയപ്പോൾ വല്ലാത്ത ആവേശത്തോടു കൂടി പങ്കെടുത്ത കുട്ടികളും പേരൻസുമാണുള്ളത്. അപ്പോൾ അവരെ ഒരു സ്വയം പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവരുടെ രീതിയിൽ തന്നെ വലിയ മാറ്റം വന്നു. അതായത് ഭിന്നശേഷി എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മളെപ്പോലെ ചില കാര്യങ്ങളിൽ അവർക്ക് പരിമിതിയുണ്ട്, എന്നാൽ മറ്റ് ചില കാര്യങ്ങളിൽ അപാരമായ ശേഷി അവർ പ്രകടിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ പുതിയ കാലത്ത് മനുഷ്യരിൽ ഇത്തരം സവിശേഷതകൾ, വ്യത്യസ്തമായ ശേഷികളുള്ളവരുടെ ഒരു എക്സ്പ്രഷന് ഒരുപാട് അവസരങ്ങൾ കൊടുത്തപ്പോൾ അതിൻ്റെ പേരൻസ് അതുപോലെ അവരെ സംരക്ഷിക്കുന്നവർക്കൊക്കെ ഇതൊരു ബാധ്യതയാണ് എന്ന തോന്നലുളവാകാതെ അവർക്ക് കൂടുതൽ സന്തോഷിക്കാനും അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രകടനം കണ്ട് അവർക്ക് ആത്മസംതൃപ്തി അടയാനും അതൊരു ഉത്തരവാദിത്വം എന്നുള്ള തരത്തിൽ തന്നെ സമൂഹം ഏറ്റെടുക്കുന്നതുമൊക്കെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അതുപോലുള്ള കലോത്സവത്തിലുമൊക്കെ ഇത്തരം വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ നടത്തുന്നതിന് പരിമിതിയുള്ള കുട്ടികൾ അവരുടേത് മാത്രമായ ലോകത്ത് കൂടുതൽ സന്തോഷത്തോടു കൂടി അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവം കൊല്ലത്ത് അവരുടെ ക്യാമ്പ്, ഭക്ഷണം, അവരുടെ സംരക്ഷണം, ഇതിനാവശ്യമായ സംഘാടക സമിതികളെല്ലാം എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘാടക സമിതി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് SN സമുച്ചയത്തിൽ വെച്ച് തന്നെ തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് സംഘാടക സമിതിയുടെ ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെ ചെയർമാനായിട്ട് അതിനൊരു നോംസ് ഉണ്ട്. സ്ഥല MLA ആണ്. അദ്ദേഹത്തെ അതിൻ്റെ ചെയർമാനായി, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അസൗകര്യം കൊണ്ടാണ് ഞാൻ തന്നെ ഈ പ്രസ് മീറ്റ് നടത്തേണ്ടി വന്നത്. അപ്പോൾ ശ്രീ M മുകേഷ് ചെയർമാനും അതുപോലെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ വിമൽ ചന്ദ്രൻ കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ് ഇതിന് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിനേശൻ മാഷ് സാറാണ് ഇതിൻ്റെ ജനറൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ വെച്ചാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് വിമൽ ചന്ദ്രൻ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ സമാപന സമ്മേളനം നമ്മുടെ ജില്ലയിലെ മറ്റൊരു മന്ത്രിയായ ബഹുമാന്യായ ശ്രീമതി ചിഞ്ചുറാണിയാണ് നിർവഹിക്കുന്നത്, സമ്മാനദാനം ഉൾപ്പെടെ. ഇതിൽ പഞ്ചായത്ത് അസോസിയേഷനെയും ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷനെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകൾ, അതുപോലെ അത്യാവശ്യം നമ്മുടെ പരിസര പ്രദേശത്തുള്ള MLA മാർ, ഇവരെല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ലഭിച്ച ബഡ് സ്കൂൾ വിദ്യാർത്ഥിയെയും കുടുംബശ്രീ ബാലസഭാ കുട്ടികളെയും ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. കലാപരിപാടികൾ ഉൾപ്പെടെ ഇവരവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അല്ലാതെ തന്നെ പ്രത്യേക കലാപരിപാടികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.